നാഷണൽ ഹൈവേ തകർന്നു പോയി, അത് നമ്മുടെയൊക്കെ പണമാണ്, അത് നഷ്ടപ്പെട്ടു പോയ കാര്യത്തെക്കുറിച്ച് ആർക്കും സംസാരിക്കാനില്ല. ശബരിമലയിൽ നടന്ന കൊള്ളയെക്കുറിച്ച് ആർക്കും സംസാരിക്കാനില്ല. അങ്ങനെ ജനത്തിന് എന്താ പ്രയോജനമുള്ള വിഷയങ്ങളുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടില്ല. ഇതിലാണ് എല്ലാവരും ഫോക്കസ് ചെയ്ത് പോകുന്നത്. അപ്പം തന്നെ മറ്റുള്ള വിഷയങ്ങൾ ആ സൈഡിൽ മറഞ്ഞു പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാരും ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് ചാനലുകാർ അയാളെ പ്രതിയാക്കിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ഇന്ന് വരുന്ന വിധി ചാനലുകാർ നേരത്തെ ഇയാൾ പ്രതിയാകും, ശിക്ഷിക്കപ്പെടും എന്ന് മുൻവിധിയോടുകൂടി തന്നെയാണ് ഇത്രയും ദിവസം അവർ ഓരോന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. ഈ വേറെ ഒരു കേസിലും ഇല്ലാത്തൊരു പ്രാധാന്യം കണക്ക് അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, അയാളുടെ വീടിന്റെ മുകളിൽ ഡ്രോൺ വെച്ച് വിടുന്നത്, അയാൾ കാറിലെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അതിന്റെ ഒപ്പം ഡ്രോൺ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നിയമങ്ങളുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ്, ഒരാളുടെ പ്രൈവസിയിലേക്കാണ് നമ്മൾ കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. അയാൾ ഗേറ്റ് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ വീടിന്റെ വാതിക്കെ നിന്ന് പകർത്തുന്നതിന് പകരം അയാൾ അറിയാതെ അയാളുടെ വീടിന്റെ മുകളിൽ ഓരോ ചാനലുകൾ എന്താ പറയുക വീഡിയോസ് ഈ ഡ്രോൺ വിടുക, അയാൾ കാറിൽ പോകുമ്പോൾ വിടുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ പേരുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ മീഡിയാസിനെ സ്വാധീനിച്ച് വെച്ചിരിക്കുന്നത്. കാരണം അയാൾ പ്രതിയായി മാറണം എന്നാണ് ചിലർ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്, അയാളെ പ്രതിയാക്കിയേ പറ്റത്തുള്ളൂ എന്നൊരു ചിന്ത. കാരണം പലതരത്തിലുള്ള വിഷയങ്ങൾ ഈ പറയുന്ന സിനിമാ നടൻ ലാലിനുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആരോപണങ്ങൾ വന്നിട്ട് അതൊന്നും ആരും നോക്കുന്നില്ല. ഇപ്പം നമ്മളെല്ലാവരും ഒരാളോട് വാശി കയറുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഞാൻ അവനെ കുത്തും, ഞാൻ അവനെ കൊല്ലും, ഞാൻ അവനെ കത്തിക്കും എന്നെല്ലാവരും പറയുന്നത്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് ചെയ്തതെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ദിലീപ് പല സ്ഥലങ്ങളിലും ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാനായിട്ടുള്ളവൻ ഒരിക്കലും പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. എൻ്റെ ഒരു അറിവിൽ അതാണ് നടക്കുന്നത്. കാരണം എന്തെങ്കിലും ചെയ്യാനുള്ളവൻ അത് മനസ്സിൽ വെച്ച് അവനൊരു അവസരം കിട്ടുമ്പോഴത്തേക്ക് അവനത് ചെയ്യത്തേ ഉള്ളൂ. ഞാൻ ഇന്നത് ചെയ്യുമെന്നും പറഞ്ഞ് ഒരിക്കലും നടക്കത്തില്ല. ഇത് ദിലീപ് അങ്ങനെ ആ ദേഷ്യത്തിന്റെ പുറത്ത് അയാളുടെ കുടുംബവും തകർന്ന് അയാൾക്ക് നാണക്കേട് ഉണ്ടായപ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു വീരവാദത്തിന് വേണ്ടിയിട്ടായിരിക്കും അയാൾ 10 പേരോട് അങ്ങനെ പറഞ്ഞത്. ആ സംഭവം പിന്നീട് തിരിച്ചെന്താ പറയുക അയാളുടെ തലയിലേക്ക് വന്ന് കയറുക ചെയ്ത. ഇതിലുണ്ടായ സാഹചര്യം മറ്റുള്ളവർ ദിലീപിനെ പ്രതിയാക്കി ഇതിലോട്ട് പെടുത്തണം എന്ന് ആലോചിച്ച് നടന്നപ്പോഴത്തേക്കും യഥാർത്ഥ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്താ പറയുക ഗൂഢാലോചന നടത്തിയ ഒരാളെ കണ്ടുപിടിക്കണമെന്ന് ഒരിക്കലും ആരും ചിന്തിച്ചിട്ടില്ല. ദിലീപിനെയാണ് സംശയം നേരുന്നത്, ദിലീപിനെ പ്രതിയാക്കണം. ഇങ്ങനൊരു സംഭവത്തിലൂടെയാണ് എല്ലാവരും പൊയ്ക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും ദിലീപിനെയാണ് പ്രശ്നം. ദിലീപ് ഒരു കാലത്ത് എന്താ പറയുക മലയാള സിനിമ ഭരിച്ചുകൊണ്ടിരുന്നത്, മലയാള സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നതും നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കാം, നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ആ അയാളെ എന്താ പറയുക നശിപ്പിച്ച് കളഞ്ഞിട്ട് അയാളുടെ ശത്രുക്കൾ എത്ര പേര് നന്നായിട്ടുണ്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. അയാളോട് ശത്രുതയുള്ള അത്രയും ആൾക്കാർ ഒരു ഗ്യാങ് ആയിട്ട് നിന്ന് ആക്രമിച്ചത് ഒളിഞ്ഞും തെളിഞ്ഞും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊന്നും ചിന്തിക്കാതെ എല്ലാവരുടെയും മനോഭാവം. ഇപ്പൊ തന്നെ ഈ കേസിൽ അയാൾ പ്രതിയാകാതെ വെറുതെ വിടുകയാണെന്നുണ്ടെങ്കിൽ അയാളെ പൊതുജനം ശിക്ഷിക്കണം, അല്ലെ പൊതുജനം അയാളെ വെറുത്ത് അയാളുടെ പടങ്ങൾ കാണരുത്. അതിനു വേണ്ടിയിട്ടാണ് മീഡിയാസ് എല്ലാം എന്തോ പറയാ ആരോ പറഞ്ഞ പോലെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ അയാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അയാളുടെ വാർത്തകളിൽ അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒന്നേന്ന് ഉള്ള കാര്യങ്ങൾ അന്ന് നടന്ന കാര്യങ്ങൾ മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ പറയാ അയാൾ രക്ഷപ്പെട്ടാലും ജനമനസ്സുകളിൽ എന്നും അയാൾ കുറ്റക്കാരനായിട്ട് തന്നെ നിൽക്കും. അതായിരുന്നു എല്ലാവർക്കും വേണ്ടത്, അല്ലെങ്കിൽ ഒരു പറ്റം ആൾക്കാർക്ക് അതായിരുന്നു ആവശ്യം. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ തന്നെ നീതി ലഭിച്ചപ്പം ആ പറയുന്ന ആ കുറ്റകൃത്യത്തിൽ മുൻപന്തിൽ നിന്ന് എല്ലാവർക്കും ശിക്ഷ ലഭിച്ചു. അതാർക്കും എന്താ പറയാ പ്രശംസനീയമായിട്ട് ആരും നോക്കുന്നില്ല. ദിലീപിനെ എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല? അപ്പം